നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭാ പരിധിയിൽ ഹെപ്പറ്റൈറ്റിസ് എ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുവാൻ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവലോകന യോഗം സംഘടിപ്പിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാധനങ്ങളുടെ വിതരണം വോട്ടെടുപ്പ് ദിവസത്തിന്റെ തലേ ദിവസം ആരംഭിക്കും. ഡിസംബർ 9 വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഡിസംബർ 8 ഡിസംബർ 11 വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഡിസംബർ 10 പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുക. ലീപ് ഇടുക്കിയും ജില്ലാ ശുചിത്വ മിഷനും സംയുക്തമായി യൂത്ത് വോട്ടിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവത്ത് IAS ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ കോടതി ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയെ രക്ഷിച്ചതുപോലെ ഇവരെയും രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുമായിരുന്നുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നായയും. തൊടുപുഴ നഗരസഭ 24-ാം വാർഡിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയവർക്കൊപ്പം നായയും കൂടിയത്. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭാ പരിധിയിൽ ഹെപ്പറ്റൈറ്റിസ് എ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുവാൻ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവലോകന യോഗം സംഘടിപ്പിച്ചു. നഗരസഭാ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ നഗരസഭാ ഹാളിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യ വിഭാഗം, ജില്ലാ ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ, ഫുഡ് സേഫ്റ്റി, വാട്ടർ അതോറിറ്റി തുടങ്ങിയ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധനകൾ ശക്തമാക്കുവാൻ യോഗം തീരുമാനിച്ചു. നഗരസഭ ആരോഗ്യ വിഭാഗവും ജില്ലാ ആശുപത്രി ഹെൽത്ത് വിഭാഗവും ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും ചേർന്ന് ഇതിനോടകം വിവിധ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ലൈസൻസും ഹെൽത്ത് കാർഡും ഇല്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെ പൊതുജന ആരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിച്ചു വരുന്നതായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. സംയുക്ത പരിശോധന തുടരുവാനും യോഗത്തിൽ തീരുമാനമായി. മഞ്ഞപ്പിത്ത രോഗനിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പരിശോധന ഊർജിതപ്പെടുത്തുവാൻ 12-ാം തീയതി വരെ പുറപ്പുഴ ബ്ലോക്കിൽ നിന്നും 3 KHIമാരെ വീതം നിയോഗിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധനകൾ ശക്തമാക്കുവാൻ യോഗം തീരുമാനിച്ചു. ഫുഡ് സേഫ്റ്റി വിഭാഗവും പരിശോധനകൾ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. നഗരസഭാ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ക്ലീൻ സിറ്റി മാനേജർ മീരാൻ കുഞ്ഞ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജോ മാത്യു, തൊടുപുഴ ജില്ലാ ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ കവിത, ഫുഡ് സേഫ്റ്റി ഓഫീസിലെ ഉദ്യോഗസ്ഥർ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ, നഗരസഭ ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശ്രീവിലാസ്, ദീപ, റീന മുതലായവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാധനങ്ങളുടെ വിതരണം വോട്ടെടുപ്പ് ദിവസത്തിന്റെ തലേദിവസം രാവിലെ 9 ആരംഭിക്കും. പോളിംഗ് ഉദ്യോഗസ്ഥർ അതത് വിതരണ കേന്ദ്രത്തിൽ യഥാസമയം എത്തി പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ശേഷം ഏർപ്പെടുത്തിയിട്ടുള്ള വാഹനങ്ങളിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിച്ചേരണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഡിസംബർ 9 വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഡിസംബർ 8 ഡിസംബർ 11 വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഡിസംബർ 10 പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുക. സംസ്ഥാനത്ത് ആകെ 244 വിതരണ കേന്ദ്രങ്ങളാണുള്ളത്. പഞ്ചായത്തിൽ, ബ്ലോക്ക് തലത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ അതത് സ്ഥാപന തലത്തിലുമാണ് വിതരണ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. വിതരണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വിതരണത്തിന് ആവശ്യമായ കൗണ്ടറുകൾ സജ്ജമാക്കാനും വിതരണ കേന്ദ്രങ്ങളിൽ കുടിവെള്ളം, ഭക്ഷണം, ചികിത്സാ സഹായം, പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നതിനുള്ള വാഹന സൗകര്യം എന്നിവ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഏർപ്പെടുത്തും. വിതരണം സുഗമമാക്കാൻ ഓരോ കേന്ദ്രത്തിലും ആവശ്യമായ എണ്ണം കൗണ്ടറുകൾ സജ്ജമാക്കാനും അവിടെ ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയമിക്കുവാനും ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് കമ്മീഷൻ നിർദ്ദേശിച്ചു. വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ പോളിംഗ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഹരിത പെരുമാറ്റച്ചട്ടം കർശനമായി പാലിച്ചിരിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ആകെ 117 വിതരണ കേന്ദ്രങ്ങളാണുള്ളത്. തിരുവനന്തപുരം 16, കൊല്ലം 16, പത്തനംതിട്ട 12, ആലപ്പുഴ 18, ഇടുക്കി 10, കോട്ടയം 17, എറണാകുളം 28. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ആകെ 127 വിതരണ കേന്ദ്രങ്ങളാണ് ഉള്ളത്. തൃശൂർ 24, പാലക്കാട് 20, മലപ്പുറം 27, കോഴിക്കോട് 20, വയനാട് 7, കണ്ണൂർ 20, കാസർഗോഡ് 9. JCI വഴിത്തലയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനഹിതം 2025 എന്ന പേരിൽ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു. വഴിത്തലയിൽ വെച്ച് നടത്തിയ സംവാദ സദസ്സിൽ പുറപ്പുഴ പഞ്ചായത്തിലെ 1-ാം വാർഡിലെയും മണക്കാട് പഞ്ചായത്തിലെ 13-ാം വാർഡിലെയും മത്സരിക്കുന്ന UDF, LDF, NDA സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. ജനങ്ങൾക്ക് സ്ഥാനാർത്ഥികളോട് ചർച്ച നടത്തുന്നതിന് അവസരമുണ്ടായിരുന്നു.
പുറപ്പുഴ പഞ്ചായത്തിലെ 1-ാം വാർഡിലെ UDF-നെ പ്രതിനിധീകരിച്ച് ടോമിച്ചൻ മുണ്ടുപാലം, LDF-നെ പ്രതിനിധീകരിച്ച് KR ശിവപ്രസാദ്, NDA പ്രതിനിധീകരിച്ച് ശശി ചാലക്കൽ എന്നിവരും, മണക്കാട് പഞ്ചായത്തിലെ 13-ാം വാർഡിലെ UDF-നെ പ്രതിനിധീകരിച്ച് ക്ലമൻ മംഗലത്ത്, LDF-നെ പ്രതിനിധീകരിച്ച് ജോസ് നാക്കുഴിക്കാട്ട്, NDA പ്രതിനിധീകരിച്ച് രാജേഷ് KR, സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്യു കലയപ്പാറയിൽ തുടങ്ങിയവരും സംവാദ സദസ്സിൽ പങ്കെടുത്തു. JCI വഴുത്തലയുടെ നേതൃത്വത്തിൽ ജനഹിതം 2025 എന്ന പേരിൽ നടത്തിയ പരിപാടിക്ക് ലിജു മാനുവൽ മോഡറേറ്ററായി. ജനങ്ങളുമായി സ്ഥാനാർത്ഥികൾ ഏറെ നേരം ചർച്ച നടത്തി. JCI പ്രസിഡന്റ് എബിൻ ജെയിംസ്, സെക്രട്ടറി നിഖിൽ M. ദാസ്, ട്രഷറർ പോൾ സ്കറിയ, പ്രോഗ്രാം ഡയറക്ടർ TR ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വഴുത്തല. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വണ്ണപ്പുറം ഡിവിഷൻ LDF സ്ഥാനാർത്ഥി ജഗദമ്മ വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനത്തിന്റെ ഭാഗമായി കോടിക്കുളത്ത് ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകി. വണ്ണപ്പുറം ഡിവിഷന്റെ സമഗ്ര വികസനത്തിനായി എന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജഗദമ്മ വിജയൻ പറഞ്ഞു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വണ്ണപ്പുറം ഡിവിഷൻ സ്ഥാനാർത്ഥി ജഗദമ്മ വിജയന് കാളിയാറിൽ സ്വീകരണമൊരുക്കി. യോഗത്തിൽ ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ആഷിഖ് അലി, രജനി ഷിബു, P. ഷാജി എന്നിവർക്കും സ്വീകരണം നൽകി. അടുത്തായി നമ്മുടെ ഗീതാ വിജയന് സ്വീകരണം കൊടുക്കുകയാണ്. ലോക്കൽ സെക്രട്ടറി രഞ്ജിത്ത് KK, മുന്നണി നേതാക്കളായ KK ബിനോയ്, NK സത്യൻ, PS സുരേഷ്, ഗീത രഘുനാഥ്, മൊയ്തീൻ, കലാഹരി, സുധീർ എന്നിവർ നേതൃത്വം നൽകി. രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി നാടിന്റെ വികസനത്തിനായി എല്ലാ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് സ്വീകരണത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾ അഭ്യർത്ഥിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ ആ വണ്ണപ്പുറം പഞ്ചായത്തിൽ നിങ്ങളൊന്ന് ചെന്ന് നോക്കൂ. ആ ആശുപത്രിയുടെ വികസനത്തിനായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തപ്പോൾ കുടിവെള്ളമൊന്നും എത്തിക്കാൻ കഴിയാത്ത UDF-ന്റെ ഭരണസമിതി ഇനിയും അവിടെ വരേണ്ടതുണ്ടോ എന്ന് ആ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കട്ടെ. അതോടൊപ്പം തന്നെ അവിടുത്തെ അംഗൻവാടിക്കാർക്ക് വേണ്ട ആ അംഗൻവാടി ടീച്ചേഴ്സിനെ, വർക്കറിനെ എല്ലാവരെയും കൂട്ടിയേർത്തുകൊണ്ട് ഹെൽപ്പർ, വർക്കർ എന്നിവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുത്തു. ഏതൊരു മേഖലയിൽ ഇറങ്ങിച്ചെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂടെ ഇറങ്ങിച്ചെന്ന് ഒരു ഇടിയും മഴയും വന്നാൽ അവരോട് മലയിൽ നിന്ന് ഇറങ്ങി വന്ന താഴെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു കൊടുത്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അങ്ങനെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ഒരാൾക്ക് പോലും ഒരു റിമാർക്ക് പറയാതെ 15 വർഷക്കാലം എൻ്റെ പാർട്ടി, എൻ്റെ പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ച ചുമതല നിർവഹിച്ച് പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നതിന് ഇന്ന് എന്നെ ഇവിടെ തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വിട്ടിരിക്കുന്നത്. തീർച്ചയായും 15 വർഷം ഞാൻ എങ്ങനെ പ്രവർത്തിച്ചോ അതിലുപരി 3 പഞ്ചായത്ത്, കുമാരമംഗലം, കോടിക്കുളം, വണ്ണപ്പുറം പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ഞാൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ സ്നേഹിച്ച് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഇവിടെ മത്സരിക്കുന്ന പഞ്ചായത്തിലെയും ബ്ലോക്കിലെയും അതുപോലെ ജില്ലാ പഞ്ചായത്തിനെയും ഒരുപോലെ വിജയിപ്പിച്ച് തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുവന്നാൽ ഈ നാടിൻ്റെ വികസനത്തിന് നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് ചെരിയമ്പാറ 6-ാം വാർഡ് LDF സ്ഥാനാർത്ഥി ടോമി ജേക്കബ് മൂലയിൽ വാർഡിലെ വിവിധ ഇടങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ചെരിയമ്പാറയുടെയും കോടിക്കുളം പഞ്ചായത്തിന്റെയും ക്ഷേമത്തിനും വികസനത്തിനും എന്നും അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഡിസംബർ 9 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് ചെരിയമ്പാറ 6-ാം വാർഡിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ടോമി ജേക്കബ് മൂലയിൽ വാർഡിലെ വിവിധ ഇടങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. വോട്ട് ചെയ്യണം. ഈ വോട്ടെടുപ്പിൽ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇതുവരെ താൻ പ്രതിനിധാനം ചെയ്ത എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും പരമാവധി സത്യസന്ധത പുലർത്തുവാനും നീതിബോധത്തോടെ പ്രവർത്തിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ചെരിയമ്പാറയുടെയും കോടിക്കുളം പഞ്ചായത്തിന്റെയും ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി ചെയ്യുന്ന ഓരോ വോട്ടും നിർണായകമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങളുടെ ന്യായമായ ഏത് ആവശ്യത്തിനും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നതായി സ്ഥാനാർത്ഥി പറഞ്ഞു. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് ചെരിയമ്പാറയിലെ LDF സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അഴിമതിരഹിതവും സുതാര്യവുമായ ഒരു പ്രവർത്തനമാണ് ഞാൻ എൻ്റെ വോട്ടർമാർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കാർഷിക മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് കാർഷിക മേഖലയിൽ പ്രായോഗികവും നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറുകളും മറ്റും കാര്യക്ഷമമായി നടത്താനുമാണ് കർമ്മപദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്രകാരം തന്നെ നമ്മുടെ അടിസ്ഥാന മേഖലയുടെ വികസനത്തിനായും കാര്യമാത്ര പ്രസക്തമായ പ്രവർത്തനം ഉണ്ടാകുമെന്നാണ് ഞാൻ
വാഗ്ദാനം ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് ചിഹ്നം 2 ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ 6-ാം വാർഡിലെ മുഴുവൻ വോട്ടർമാരോടും അഭ്യർത്ഥിക്കുകയാണ്. രാജ്യത്തിന്റെ പ്രതീക്ഷ യുവജനങ്ങളിലാണെന്നും ഇവർക്ക് സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാകണമെന്നും ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവത്ത് IAS. ലീവ് ഇടുക്കിയും ജില്ലാ ശുചിത്വ മിഷനും സംയുക്തമായി ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച യൂത്ത് വോട്ടിംഗ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശിധരൻ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. സമൂഹത്തിന്റെ പൾസ് അനുസരിച്ച് യുവജനങ്ങൾ പ്രവർത്തിക്കണമെന്നും വോട്ട് ചെയ്യുക മാത്രമല്ല വീട്ടിലുള്ളവരെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയെന്നത് ഓരോരുത്തരുടെയും കടമയാണെന്നും ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവത്ത് IAS പറഞ്ഞു. എപ്പോഴൊന്ന് ഗ്രാമസഭകളിൽ പോയി ആ പ്രോസസ് നമ്മൾ അറിയണ്ട. ഞാനത് പറഞ്ഞത് സമൂഹത്തിന്റെ പൾസ് അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമ്മളൊരു ഉത്തമ പൗരനാവുള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ വലിയൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാവാനുള്ള ഒരു അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ എവിടെ ആയിക്കോട്ടെ, ഞാൻ എവിടെയാണെങ്കിലും എന്ത് യാത്രയിലാണെങ്കിലും ഇലക്ഷനിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇന്നുവരെ ധരിച്ചിട്ടില്ല. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശിധരൻ അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്ത നവകേരളത്തിനായുള്ള പ്രതിജ്ഞ NSS വോളണ്ടിയർ സെക്രട്ടറി സ്നേഹ നായർ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു. യുവജനത വോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം, തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ജനാധിപത്യ മൂല്യങ്ങൾ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രവീൺ വാസു ക്ലാസ് നയിച്ചു. യുവജനങ്ങളെ ഉത്തരവാദിത്വത്തോടെ വോട്ടവകാശം വിനിയോഗിക്കാൻ പ്രേരിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ്, ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അഷിത ചന്ദ്രൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ഫിലിമോൻ ജോസഫ്, ലീവ് ഇടുക്കി നോഡൽ ഓഫീസറും തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുമായ അനീസ് ജി, തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രവീൺ വാസു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 18,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജിൽ 1 രൂപ പോലും ജില്ലയിൽ ചെലവഴിച്ചില്ല എന്നും ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ കോടതി ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയെ രക്ഷിച്ചതുപോലെ ഇവരെയും രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുമായിരുന്നുവെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA പറഞ്ഞു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷൻ സ്ഥാനാർത്ഥി മണിമേഖലയുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിരവധി UDF പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു. 18,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജിൽ 1 രൂപ പോലും ജില്ലയിൽ ചിലവഴിച്ചില്ല എന്നും ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ കോടതി ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയെ രക്ഷിച്ചതുപോലെ ഇവരെയും രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുമായിരുന്നെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന മണിമേഖലയുടെയും അഴുത ബ്ലോക്ക് പഞ്ചായത്ത്, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത്, കുമളി പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പ് വിജയത്തിനായാണ് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ ലാപ്സാക്കിയ ഇടുക്കി ജില്ല UDF പിടിച്ചെടുക്കുമെന്നും കൺവെൻഷനിൽ UDF നേതാക്കൾ അറിയിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PN അബ്ദുൾ അസീസ് കൺവെൻഷനിൽ അധ്യക്ഷനായിരുന്നു. INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ സ്വാഗതം ആശംസിച്ചു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സണ്ണി ജോസഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 18,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജിൽ 1 രൂപ പോലും ജില്ലയിൽ ചിലവഴിച്ചില്ല എന്നും ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ കോടതി ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയെ രക്ഷിച്ചതുപോലെ ഇവരെയും രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുമായിരുന്നുവെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. 6,000 കോടി രൂപ കൂടി ഇടുക്കിയുടെ വികസനത്തിനായിട്ട്, അങ്ങനെ 18,000 കോടി രൂപ ഇടുക്കിയുടെ വികസനത്തിനായിട്ട് അനുവദിക്കും എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. പക്ഷേ ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഇടുക്കിയിൽ വന്നപ്പോൾ പറഞ്ഞു അതിനായിട്ട് 1 രൂപ പോലും ആ ഇടുക്കി പാക്കേജിന്റെ പേരിൽ കേരളത്തിൽ ചെലവഴിച്ചിട്ടില്ല, ഇടുക്കി ജില്ലയിൽ ചെലവഴിച്ചിട്ടില്ല. ആളുകളെ പറഞ്ഞ് കബളിപ്പിക്കുകയായിരുന്നു. എല്ലാ കാര്യത്തിലും കള്ളന്മാർക്ക് വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയെ സഹായിച്ചതുപോലെ തന്നെ ശബരിമലയിൽ അയ്യപ്പ സന്നിധിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള സ്വർണം, താരമാലക ശില്പങ്ങൾ, അവിടുത്തെ വാതിൽ പടി, കട്ടിലപ്പടി, വാതിൽ പാളികൾ ഇതെല്ലാം സ്വർണത്തിൽ പൊതിഞ്ഞതാണ്. സ്വർണം പൂശിയത് മാത്രമല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് വന്നപ്പോൾ ശബരിമല ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനായിട്ട് പാർട്ടി നേതാവായിരുന്ന വാസുവിനെ ആദ്യം വെച്ചു. പിന്നീട് MLA ആയിരുന്ന പാർട്ടിയുടെ നേതാവ് പത്മകുമാറിനെ വെച്ചു. അവർ രണ്ടാളും ഇപ്പൊ ജയിൽ കിടക്കുകയാണ്. എന്താ ജയിൽ കിടക്കാൻ കാരണം? ഹൈക്കോടതി ഇടപെട്ട് ഈ സ്വർണം മോഷ്ടിച്ചതിനെ കുറിച്ച് കേസെടുക്കാനും അന്വേഷിക്കാനും ഹൈക്കോടതി പോലീസിന്റെ ഒരു പ്രത്യേക സംഘത്തെ വെച്ചു. അല്ലെങ്കിൽ വണ്ടിപ്പെരിയാർ കേസിന് സംഭവിച്ചതുപോലെ പ്രതികളെ രക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു.
KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ്, ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, KPCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, അഡ്വക്കേറ്റ് S അശോകൻ, കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ CP മാത്യു, DCC സെക്രട്ടറി MD അർജുനൻ, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ, കുമളി, വാളാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ രാജൻ കുഴുവമാക്കൽ, PP റഹീം, ബാബു ആൻഡപ്പൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മണിമേഖല തുടങ്ങിയവർ കൺവെൻഷനിൽ പ്രസംഗിച്ചു. തുടർന്ന് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. നിരവധി UDF പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നായയും. തൊടുപുഴ നഗരസഭ 24-ാം വാർഡിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയവർക്കൊപ്പം നായയും കൂടിയത്. NDA സ്ഥാനാർത്ഥി രേണുക രാജശേഖരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വീടുകൾ കയറിയിറങ്ങിയ പ്രവർത്തകർക്കൊപ്പം നായയും എത്തിയത് വോട്ടർമാർക്കും കൗതുക കാഴ്ചയായി മാറി. കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു കുടുംബം ഉപേക്ഷിച്ചു പോയ നായയാണ് ഇവിടുത്തെ വീടുകൾ കയറിയുള്ള ഇലക്ഷൻ പ്രചരണത്തിലെ താരം. ഉടമസ്ഥർ ഇല്ലാതായതിനെ തുടർന്ന് കാഞ്ഞിരമറ്റത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുറ്റത്തും മറ്റുമായി കിടപ്പ്. കടയുടമകളും സമീപത്തെ താമസക്കാരും അതിന് ഭക്ഷണവും നൽകി പോരുന്നു. ഇതോടെ പ്രദേശവാസികളുമായി നല്ല ഇണക്കത്തിലുമായി. തങ്ങളുടെ സ്ഥാപനത്തിന് നല്ലൊരു കാവൽക്കാരനാണ് ഈ നായയെന്ന് അശ്വതി സൗണ്ട്സ് ഉടമ ഓമനക്കുട്ടൻ പറഞ്ഞു. ഈ ബിൽഡിങ്ങിൽ മൊത്തം ഞങ്ങൾ 4-5 കടക്കാരുടെ കട നോക്കുന്നു. ഒരു 11 മണി കഴിഞ്ഞ് ഇവിടെ വേറെ ആരെങ്കിലും കിട്ടുമില്ല. ഞങ്ങളെ ഇവിടെ ഭയങ്കര സുരക്ഷിതമാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ വർക്കിന് ഇറങ്ങാൻ വേണ്ടി BJPയുടെ സ്ഥാനാർത്ഥിയുടെ കൂട്ടത്തിൽ രാജശേഖരൻ്റെ കൂട്ടത്തിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാ വീട്ടിലും രാവിലെ തൊട്ട് ഞങ്ങൾ രാവിലെ ഒരു 8:30 9 മണിയായപ്പോൾ ഇവിടെ തുടങ്ങി ഒരു 3:30 വരെ ഞങ്ങളുടെ എല്ലാ വീട്ടിലും ഈ ആ വാർഡിലെ 24-ാം വാർഡിലെ എല്ലാ വീട്ടിലും കൂടെ നല്ലവണ്ണം സഹകരിച്ച് കയറി. ഇതുകൊണ്ട് ഇപ്പോൾ കൂട്ടി വേറൊരു പട്ടി ഇവിടെ വന്നു കൂടിയതാണ്. അവരുടെ ആമ്പട്ടി ഇതൊരു പെമ്പട്ടിയാണ്. രാവിലെ ഏറ്റു പോയി കുളിക്കും, ഉച്ചയ്ക്ക് കുളിക്കും, വൈകുന്നേരം കുളിക്കും, ആറ്റി തണ്ണത്താനെ പോയി കുളിച്ചു. എത്ര മഴയാണെങ്കിലും പോയി എല്ലാ വീട്ടിലും പോയി കുളിക്കും. നമ്മുടെ കടയിലാണ് എൻ്റെയും ഈ തൊട്ടങ്ങാപ്പുറത്തുള്ള ഒരു മസാലമേശ വാടക കൊടുക്കുന്നത്. അവർ കടയിൽ വേണം ഒന്ന് കിടക്കുന്നത്. ഞങ്ങളുമായിട്ട് ഭയങ്കര സഹകരണം. അതുപോലെ ഇവിടുത്തെ എല്ലാവരുമായിട്ട് ഒരു അലമ്പുമില്ല കാര്യങ്ങൾ. ഞങ്ങളെല്ലാം അതുപോലെ ട്രീറ്റ്മെൻറ്റും എടുത്ത് കഴുത്തെ ബെൽറ്റ് ഇട്ട് അതുപോലെ കഴിഞ്ഞ ദിവസം ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, അത് പോയി കൊടുത്തു. ഇതെല്ലാം ഞങ്ങൾ മരുന്നെല്ലാം കഴിഞ്ഞ ദിവസം ഒന്ന് രോമം പോയി. അപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ ഉള്ളവർ പോയി ഓട്ടോറിക്ഷക്കാരും ഇവരെല്ലാം പോയി മരുന്നൊക്കെ മേടിച്ച് അതെല്ലാം ഒഴിച്ചു. തന്നെ നല്ല സെറ്റപ്പിലാണ്. നല്ല രീതിയിൽ ഒരു പട്ടിയാണ്. ഒരു നല്ല ആയിട്ടൊരു പട്ടിയാണ്. നല്ല അനുസരണയാണെന്ന് തോന്നുന്നു. ഞങ്ങളെ ഇവിടെ ഉള്ളവർക്ക് ഒരിക്കലും അവളെ അറിയുകയില്ല. അവർക്ക് കൃത്യമായിട്ട് ഓട്ടോറിക്ഷക്കാർ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെ എല്ലാവരും അറിയാം. ഈ കടക്കാർ ഈ കടയിലുള്ള എത്ര പേരുണ്ടെന്നും അവരൊക്കെ അറിയാം. നമ്മുടെ ഇവിടെ പണിയാൻ വന്ന് നിൽക്കുന്നവരെ വരെ നല്ല സ്നേഹമാണ്. ഒരു ശല്യമില്ല. പുറത്തുനിന്ന് വന്ന ആൾക്കാരുമായിട്ട് ഒരു ശല്യമില്ല. വേറൊരു പട്ടിയിൽ അങ്ങ് പോവുകയാണെങ്കിൽ ഒന്ന് കുറയ്ക്കും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട് കയറാൻ പോകുന്നിടത്ത് എല്ലാം നല്ല ഡോർമാൻ ഭയങ്കര സെറ്റപ്പുള്ള പട്ടികളുണ്ട്. ആ പട്ടിയെ പോയി കണ്ടിട്ട് പോലും ഒന്ന് കുറച്ചിട്ടും കൂടെ ഇല്ല. രേണു ചേച്ചി ഇങ്ങനെ കയറുമ്പോൾ രേണു ചേച്ചിയുടെ ഇടയ്ക്കോടെ കയറി നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. രേണു ചേച്ചിയുടെ ഇടയ്ക്കോടെ കയറി ആ വീട്ടിൽ പോയി നിൽക്കും. എന്നിട്ട് പോയി മറ്റേ പട്ടികൾ കുറയ്ക്കുവാണെങ്കിൽ പോലും അവരുടെ അടുത്ത് പോലും ഈ 2 പട്ടികൾ ഒരു ശല്യം പോലും ചെയ്യാണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ 10-25 മുകളിലുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകുന്നു. നല്ല രീതിയിലാണ്. ഞങ്ങളാ ഈ കഴിഞ്ഞ ശിവരാത്രിക്ക് എൻ്റെ കൂട്ടത്തിൽ ഇവിടുന്ന് രാത്രി മൊത്തം ഗ്രൗണ്ടിലുണ്ടാവും. സൗണ്ട് സെറ്റ് ചെയ്യാനും പെറുക്കാനെല്ലാം കൂടി സൗണ്ട് ഓൺ ചെയ്തപ്പം ആ ഒച്ച കേട്ടപ്പം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഒരു 1 മണി 2 മണി രാത്രിയായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൽ പോലും ആരുമായിട്ട് ശല്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ആരെയും പണിയാൻ ചെല്ലുമ്പോൾ ആ പന്തലുകാരൻ ചെല്ലുവാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ ചെല്ലുവാണെങ്കിലും ഞാൻ ഇവിടെ സൗണ്ട് കാട്ടി ചെല്ലുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ മാത്രം കയറി വരികയുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു ഇടപാടും അവൾ ആ അമ്പലത്തിൽ പോയില്ല. പോയി ഒന്ന് കുളി കഴിയും. ആ നടയുടെ അവിടെ പോയി ഇച്ചിരി നിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് പോരും. അതിൻ്റെ ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിൽ ഈ NSSന്റെ ബിൽഡിങ്ങിൽ മാത്രമാണ് അവിടെ നോക്കും. വേറെ ആരും ഒരു കൊച്ചുങ്ങളെ പോലും ഒരു ശല്യം ചെയ്യാൻ പോകുന്നില്ല. 8 മാസം മുമ്പാണ് നായയുടെ ഉടമസ്ഥരായിരുന്ന കുടുംബം കാഞ്ഞിരമറ്റത്തെ വാടക വീട്ടിൽ നിന്നും താമസം മാറിപ്പോയത്. കഴിഞ്ഞ ദിവസം NDA സ്ഥാനാർത്ഥി രേണുക രാജശേഖരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് വീടുകൾ കയറിയിറങ്ങിയ പ്രവർത്തകർക്കൊപ്പം നായയും ചേർന്നത്. തുടർന്ന് പ്രവർത്തകരെത്തുന്നതിന് മുൻപ് തന്നെ ഓരോ വീടുകളിലും ചെന്ന് കാവലിരിക്കുകയും ചെയ്തത് വോട്ടർമാർക്കും കൗതുക കാഴ്ചയായി മാറി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്.
മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ഒപ്റ്റിക്കൽസ് ഷോറൂമിലേക്ക് സ്വാഗതം. ലെൻസസ് ആൻഡ് ഫ്രെയിംസ്. ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും വിസ്മയ കാഴ്ച നിങ്ങൾക്കായി. അത്യാധുനിക കണ്ണടകൾ, സൺഗ്ലാസുകൾ, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ വിശാലമായ ശേഖരം. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധന. കണ്ണടകളുടെ എല്ലാവിധ സർവീസുകളും സൗജന്യമായി ലഭ്യമാണ്. കാഴ്ചയ്ക്കൊരു പുതിയ ലുക്ക്, അതും നല്ല സ്റ്റൈൽ ആൻഡ് ലുക്ക്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ലെൻസസ് ആൻഡ് ഫ്രെയിംസ്, കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷൻ നിയർ ഇന്ത്യൻ ഹാർഡ്വെയർ, തൊടുപുഴ. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി, തൊടുപുഴ. ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ 23ാമത് വാർഷികവും തൊടുപുഴ ജെയ്കോ ജുവൽസിന്റെ 6ാം വാർഷികവും പ്രമാണിച്ച് ജെയ്കോ ഒരുക്കുന്ന വമ്പിച്ച ഓഫർ. ഓരോ 50,000 രൂപയുടെ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഓരോ ഭാഗ്യശാലിക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു. ഈ ഓഫർ ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെ മാത്രം. ഏത് കടയിൽ നിന്ന് വാങ്ങിയ സ്വർണവും വിലയിലും തൂക്കത്തിലും വ്യത്യാസം വരാതെ ജെയ്കോയുടെ HUID സ്വർണ്ണാഭരണമായി മാറ്റി വാങ്ങാം. ജെയ്കോയുടെ എല്ലാ ബ്രാഞ്ചുകളിലും എക്സ്ചേഞ്ച് ഓഫർ തുടരുന്നു. പണിക്കൂലിയിൽ 50% വരെ കുറവ്. ജെയ്കോ ജുവൽസ്, തൊടുപുഴ. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജേട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരും. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ്, തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ്, നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ. സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ. വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ്, തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ്, തൊടുപുഴ. തൊടുപുഴ ജെയ്കോ ഡയമണ്ട്സിൽ NRI ഫെസ്റ്റ്. 50,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനമായി സ്വന്തമാക്കാം. എല്ലാ ഡയമണ്ട് ആഭരണങ്ങൾക്കും ക്യാരറ്റിന് മൂല്യത്തിൽ 25,000 രൂപയുടെ വമ്പിച്ച കിഴിവ് നൽകുന്നു. ഏത് കടയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണവും മാറ്റിയെടുക്കുന്നതിനോ വിൽക്കുന്നതിനോ ഉയർന്ന വില നേടൂ. നിങ്ങളുടെ പഴയ ഡിസൈനുകൾ പുതിയ സ്റ്റൈലിഷ് ആഭരണങ്ങളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യൂ. ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ കളക്ഷനിൽ നിന്നും പ്രിയപ്പെട്ട ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുവാൻ സുവർണാവസരം. മറക്കണ്ട, തൊടുപുഴ ജെയ്കോ ഡയമണ്ട്സിൽ NRI ഫെസ്റ്റ്. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ഡിസംബർ 25 വരെ മാത്രം. ജെയ്കോ ഡയമണ്ട്സ്, ജെയ്കോ ടവർ, ടെമ്പിൾ ബൈപ്പാസ് റോഡ്, തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി തൊടുപുഴയ്ക്ക് സ്വന്തം. ജെയ്കോ ഡയമണ്ട്സ്. ഡയമണ്ട് ഓർണമെന്റ്സിന്റെ വലിയ കളക്ഷൻസ് ഒരുക്കി ജെയ്കോ ഡയമണ്ട്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി തൊടുപുഴയ്ക്ക് സ്വന്തം. എല്ലാ ശ്രേണിയിലുമുള്ള ഡയമണ്ട് ആഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി തൊടുപുഴയ്ക്ക് സ്വന്തം. ജെയ്കോ ഡയമണ്ട്സ്, ജെയ്കോ ടവർ, ടെമ്പിൾ ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഉപ്പ് തൊട്ട് മിക്സി വരെ വാങ്ങണം. ഒട്ടം തന്നെ ഒട്ടായിരിക്കും.
അതിനല്ലേ ചേച്ചി നമ്മുടെ ബിസ്മിയുള്ളേ. 30,000 സ്ക്വയർ ഫീറ്റിൽ 12,000-ലധികം ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി, ഇലക്ട്രോണിക്സ്, മീറ്റ്, ഫിഷ് എല്ലാം ഇനി ഒരിടത്ത്. 3,000+ ബ്രാൻഡഡ് പ്രോഡക്ട്സ് ബൈ 1 ഗെറ്റ് 1 ഓഫറിൽ 365 ദിവസവും ഇനി ലാഭം. ഇനി പലയിടമല്ല, ഒരൊറ്റയിടം. ബിസ്മി ഹൈപ്പർമാർട്ട്. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കരികുന്ത ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി ഷീല സ്റ്റീഫന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം പഴയ ബറ്റത്ത് നിന്നും ആരംഭിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥിയും വിവിധ നേതാക്കളും പ്രസംഗിച്ചു. പര്യടനം വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി മുട്ടൻ ടൗണിൽ സമാപിച്ചു. എങ്കിൽ മാത്രമേ നമുക്ക് ഇടുക്കി ജില്ലയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 5 വർഷം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ലഭിച്ചു. ഇടുക്കി ജില്ലയ്ക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഐക്യ തെരഞ്ഞെടുപ്പിനെ നമുക്ക് വിജയിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയുണ്ട് PHC ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ സാധിക്കില്ലേ? ഇവരിവിടെ ചുമ്മാ ഇരിക്കുക. ഈ തെരഞ്ഞെടുപ്പിന് വളരെ വലിയ പ്രസക്തിയും പ്രാധാന്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വരികയാണ്. നമ്മുടെ മുൻപിൽ ആ തെരഞ്ഞെടുപ്പും എത്തിക്കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പും പഞ്ചായത്തിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. നിങ്ങൾക്കറിയാം, ഐക്യജനാധിപത്യ മുന്നണി കേരള സംസ്ഥാനത്തുടനീളം എല്ലാ സ്ഥാനാർത്ഥികളെയും നിർത്തിയിരിക്കുന്നത് ആ ഓരോ അതാത് നാട്ടിൽ വളരെ ചിരപരിചിതരായ ആളുകളെയാണ്. ഏതെങ്കിലുമൊക്കെ മേഖലയിൽ, സാമൂഹ്യ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും എല്ലാ തരത്തിലും ജനങ്ങളുമായിട്ട് അടുത്തിടപെടുന്ന ആളുകളെയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും നമുക്കെല്ലാവർക്കും ഇവിടെ ഒരു ഭരണമാറ്റം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉള്ള ഒരു ആഗ്രഹമാണ്. കേരള സംസ്ഥാനം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ജനദ്രോഹപരമായ ധാരാളം നടപടികളിലൂടെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ദൈവകരുണയുടെ മാതാവിന്റെ അമലോത്ഭവ തിരുനാളിന്റെ 6ാം ദിവസമായ വെള്ളിയാഴ്ച വാരാപ്പുഴ അതിരൂപത സഹായമെത്താൻ റൈറ്റ് റവറന്റ് ഡോക്ടർ ആന്റണി വാലുങ്കൽ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ശരീരം രക്തവുമായി തീരുമാറാകട്ടെ. 8 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടി. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ രഞ്ജിത് കുമാർ ടിയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് 2017 ഇടമലക്കുടിയിൽ നിന്നും 90 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്ത കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതി ചീനിമുത്തുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ബലപ്രയോഗത്തിലൂടെയാണ് കീഴടക്കിയത്.
പ്രതി തമിഴ്നാട് തിരുപ്പൂർ ജില്ലയിൽ ആനമല വനത്തിനുള്ളിൽ മേൽക്കുറുമേൽ ഭാഗത്ത് ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. കേസിലെ ഒന്നാം പ്രതിയെ തൊടുപുഴ NDPS കോടതി 14 വർഷം തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷ വിധിച്ചിരുന്നു. ആനമല ടൈഗർ റിസർവിനുള്ളിൽ വാഹനത്തിലും കാൽനടയായും 45 കിലോമീറ്ററോളം സഞ്ചരിച്ച് 2 ദിവസത്തെ പരിശ്രമത്തിനൊടുവിലാണ് എക്സൈസ് പാർട്ടി പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലത്തെത്തിയത്. എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ബലപ്രയോഗത്തിലൂടെയാണ് പിടികൂടിയത്. പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബിനോയ് KJ, പ്രിവന്റീവ് ഓഫീസർമാരായ ജലീൽ PM, സിജുമോൻ KN, സിവിൽ എക്സൈസ് ഓഫീസർ ക്ലെമന്റ് Y എന്നിവരുമുണ്ടായിരുന്നു. 10 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ LP വാറന്റ് പ്രതിയെയാണ് തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പാമ്പാടുംപാറ ഡിവിഷന്റെ കരുത്തരായ മുന്നണി സ്ഥാനാർത്ഥികളുടെ വീറുറ്റ പോരാട്ടമാണ് ഇക്കുറി നടക്കുന്നത്. പ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികൾ നെട്ടോട്ടത്തിലാണ്. പാമ്പാടുംപാറ ഡിവിഷനിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിൽ നിരവധി പ്രവർത്തകരാണ് അണിനിരുന്നത്. സിബി കിഴക്കേമുറി പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം രമേശ് കൃഷ്ണനും നിർവഹിച്ചു. വീടുകളിലും സ്ഥാപനങ്ങളിലും വഴിയോരങ്ങളിലും നിൽക്കുന്ന വോട്ടർമാരെ കണ്ട് കൈപിടിച്ച് കുലുക്കിയും തോളിൽ തട്ടിയും വോട്ടഭ്യർത്ഥിച്ച് പ്രചരണം കൊഴുപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. പാമ്പാടുംപാറ ഡിവിഷനിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സ്വപ്ന ജോയിയുടെ പര്യടനം രാവിലെ നെറ്റിത്തൊഴുവിൽ നിന്ന് ആരംഭിച്ചു. ബ്ലോക്ക് സ്ഥാനാർത്ഥികളും വാർഡ് സ്ഥാനാർത്ഥികളും ഒപ്പമുണ്ടായിരുന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പാമ്പാടുംപാറ ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അരിവാൾ നെൽക്കതിരടയാളത്തിൽ ഞാൻ മത്സരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ സമ്മതിദാനാവകാശം ഉപയോഗിച്ച് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിനും സാധാരണക്കാരുടെ വിഷമങ്ങളിൽ അവരോട് കൂടി ചേർന്ന് ജാതി മതഭേദമില്ലാതെ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ സേവിച്ചു കൊള്ളാമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. മുണ്ടിയെരുമയിൽ പ്രചരണം സമാപിച്ചു. സിബി കിഴക്കേമുറി ഉദ്ഘാടനം ചെയ്തു. സമാപനം രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിക്കുന്നിടത്തോളം അവന്റെ സ്വപ്നമാണ്, അവന്റെ ജീവിതമാണ് ഒരു കയറിക്കിടക്കുവാൻ ഒരു വീട് എന്നുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കരുത്തുറ്റ ഒന്നാക്കി മാറ്റിയ കേരളത്തിന്റെ കലാശാല എന്ന് പറയുവാൻ കഴിയുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മ. നമ്മുടെ തെരുവോരങ്ങളിൽ പാടിയ ഒന്നുണ്ട്, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലവയ്ക്കാൻ മണ്ണിലിടമില്ല എന്ന്. LDF നേതാക്കളായ CU ജോയി, KG ഓമനക്കുട്ടൻ, PT ജയചന്ദ്രൻ, CK കൃഷ്ണൻകുട്ടി, GGK ഫിലിപ്പ്, KC സോമൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CAT-ന് വേണ്ടി സുനില്, കർഷക സംഘത്തിന് വേണ്ടി അജീഷ്, CPM കോമ്പിയ ബ്രാഞ്ചിന് വേണ്ടി വിജയൻ, KSK-ന് വേണ്ടി ശൈലജ, മഹിളാ അസോസിയേഷന് വേണ്ടി നിർമ്മല, CPM മുണ്ടേരം ബ്രാഞ്ചിന് വേണ്ടി സലി, CPM ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി രതി ഹരിദാസ്, CPI 14-ാം വാർഡ് കമ്മിറ്റിക്ക് വേണ്ടി ഗിരിജ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭാ പരിധിയിൽ ഹെപ്പറ്റൈറ്റിസ് A റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുവാൻ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവലോകന യോഗം സംഘടിപ്പിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാധനങ്ങളുടെ വിതരണം വോട്ടെടുപ്പ് ദിവസത്തിന്റെ തലേ ദിവസം ആരംഭിക്കും. ഡിസംബർ 9-ന് വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഡിസംബർ 8-നും ഡിസംബർ 11-ന് വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഡിസംബർ 10-നുമാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുക. ലീപ് ഇടുക്കിയും ജില്ലാ ശുചിത്വ മിഷനും സംയുക്തമായി യൂത്ത് വോട്ടിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവത്ത് IAS ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ കോടതി ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയെ രക്ഷിച്ചതുപോലെ ഇവരെയും രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുമായിരുന്നുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നായിയും. തൊടുപുഴ നഗരസഭ 24-ാം വാർഡിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയവർക്കൊപ്പം നായിയും കൂടിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.